മന്ദിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിവാന. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഖിൽ NRDയുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ ഒരു വീഡിയോയുടെ ഞാൻ ചെയ്യാനുണ്ടായ പ്രധാന കാരണം ചില മിസ്സിങ്, ഈ ഒരു വിഷയത്തിൽ ചില കാര്യങ്ങൾ മിസ്സായി. അതായത് ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുന്ന രീതിയിലുള്ള വീഡിയോകൾ പ്രചരിക്കുന്നു. വ്യൂസിന് വേണ്ടിയല്ല, ഞാൻ വ്യൂസിന് വേണ്ടി ഒരുപാട് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഇതിലൊരു ക്ലാരിറ്റി വരുത്തണം. അതായത് ഈ ഒരു സംഭവം, ഇത്തരം സംഭവങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നത് ഇതിൻ്റെ ജെനുവിൻ സോഴ്സിൽ നിന്നും എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ളത് ശ്രമം. ഇതിനു മുമ്പ് നമ്മുടെ കെവിൻ്റെ നീനു കല്യാണം കഴിച്ച സംഭവം ആദ്യമായിട്ട് പ്രമുഖ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ ഞാനത് എഫേർട്ട് എടുത്ത് കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ജെനുവിനായിട്ട് മാത്രമേ നമ്മൾ എത്തിക്കാൻ പാടുള്ളൂ, ഊഹാപോഹങ്ങൾ പരത്താൻ പാടില്ല. ഇവിടെ ഈ ഒരു വിഷ്വൽ, അതായത് പെൺകുട്ടി, അതായത് അഖിൽ NRDയുടെ ഭാര്യ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന ഈ ഒരു വിഷ്വൽ ശരിയല്ലെന്നാണ് അവർ പറയുന്നത്. അവർക്ക് അയച്ചു കൊടുത്ത് അഖിലുമായി ബന്ധപ്പെട്ട ആൾക്കാർ, അഖിലിനോട് നേരിട്ട് നമ്മൾ ഈ ഒരു വിഷയം സംസാരിക്കുന്നത് ശരിയല്ല. ഈ ഒരു അവസരത്തിൽ ഒന്നാമത് അവൻ്റെ സിനിമ പൊട്ടി അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ, ആ ഒരവസ്ഥയിൽ ഇതുപോലൊരു ദുരന്തം വീട്ടിൽ ഉണ്ടാവുക. ഈ അഖിൽ NRDയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പെൺകുട്ടിയെ ഇവൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ദേവതയെ പോലെ ഇവൻ കൊണ്ടു നടന്നെന്നാണ് റീൽസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിലും അവൻ അങ്ങനെ ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ പല ആളുകളും വീഡിയോ റിയാക്ഷൻ ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, പല ആളുകളും പറയുന്നൊരു കാര്യം അത് പറയാൻ പാടില്ല. അതായത് അനാവശ്യമായിട്ട് ആരോപിക്കുന്നത് ഇവനെന്തോ പ്രശ്നമുണ്ട്, ഇവന് ശാരീരിക പ്രശ്നമുണ്ട്, ഇവനൊരു ഹോമോസെക്ഷൽ ആണ് എന്നൊക്കെയുള്ള രീതിയിൽ ഹിൻ്റ് ഇട്ടുകൊണ്ട് സംസാരിക്കുന്നത്. ഇത് ആര് പറഞ്ഞു? നമ്മൾ ആരെങ്കിലും അവൻ്റെ തുണി പൊക്കി നോക്കിയോ, അല്ലെങ്കിൽ ഇവൻ്റെ കൂടെ നമ്മൾ താമസിച്ചോ? ഇത് പറഞ്ഞിരിക്കുന്നത് ഈ ഒളിച്ചോടി പോയ വ്യക്തിയാണ്. ആരോട് പറഞ്ഞിരിക്കുന്നു? ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടും ബന്ധപ്പെട്ടവരോടും പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഈ ഒരു വർഷം ഈ പെൺകൊച്ചിന് ഇത് അറിയത്തില്ലായിരുന്നു. ഒരു വർഷം ഇവൻ്റെ കൂടെ താമസിക്കുന്നു, ഈ ആനുകൂല്യങ്ങളെല്ലാം പറ്റുന്നു, ഫെയിം ഉണ്ടാക്കുന്നു. ഇൻസ്റ്റാഗ്രാം വഴി ഈ പറഞ്ഞ കണക്ക് സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം, ഇവൻ കല്യാണം പോലും വേണ്ടാന്ന് പറഞ്ഞ് നിന്ന പയ്യനാന്നാണ് പറയുന്നത്. സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം ഇവളുടെ സൗന്ദര്യം കണ്ടിട്ട് ഇവൻ കെട്ടിയാണ്. ആക്ച്വലി നല്ല കുടുംബത്തിലെ പെൺകൊച്ചാന്ന് പറയുന്നത്. തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ നല്ല ജോലിയുള്ള ഒരു സ്ഥിതിയിലുണ്ടായിരുന്ന കൊച്ചാന്ന് പറയുന്നു. നല്ല രീതിയിൽ കെട്ടിച്ചയച്ച ഒരു പെൺകുട്ടി കാണിച്ച ഈ തോന്നിയവാസം ഇതിനെ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യില്ലെന്ന് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇവിടെ ഈ ഒരു പെൺകൊച്ചിന് മറ്റെന്തെല്ലാം വഴികൾ സ്വീകരിക്കാൻ പറ്റുമായിരുന്നു. ഇനി ഇവൻ ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് തന്നെ വെക്കുക, ഇവൻ എന്തെങ്കിലും ഒരു ശാരീരിക പ്രശ്നമുണ്ട്, എന്തെങ്കിലും ഒരു ദൗർബല്യം ഉണ്ടെന്ന് വെക്കുക. ഒരു വർഷം വേണ്ട അത് തിരിച്ചറിയാൻ. ഇവിടെ ഒരു വർഷം എടുത്ത് അത് തിരിച്ചറിഞ്ഞിട്ട് ആ കാരണം കൊണ്ട് താൻ പോകുന്നത് ആരോടൊപ്പം? ഒരു ബസ് കണ്ടക്ടറോടൊപ്പം, ഒരു നാലും തുരിഞ്ഞ് നടക്കുന്ന ഒരു ബസ് കണ്ടക്ടറോടൊപ്പം പോവുകയാണ്, ഒളിച്ചോടി പോവുകയാണ്. അതാണോ വേണ്ട രീതി? നിയമപരമായി ഈ ഒരു ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവനോട് കൺവിൻസ് ചെയ്ത് പിരിഞ്ഞതിന് ശേഷം വീട്ടുകാരോട് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ വീട്ടിൽ പോയി നിന്ന് ഡൈവോഴ്സ് ആയതിനു ശേഷം വേണമെങ്കിൽ ഒളിച്ചോടാം. ഇതൊന്നും ചെയ്യാതെ തലേ ദിവസം വരെ ഇവൻ്റെ കൂടെ ഇരുന്നിട്ട്, ഇവൻ്റെ കൂടെ പുതിയ കാർ വാങ്ങാൻ വേണ്ടി വെഡിങ് ആനിവേഴ്സറിക്ക് പോയിട്ട് അത്തപ്പൂക്കളം ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം കൂടി വീഡിയോ ഇട്ടിട്ട്, ഇവൻ്റെ സിനിമ കാണാൻ വേണ്ടി ഇവൻ്റെ ഒപ്പരം പോയി KFC തിന്നിട്ട് രാമായണൻ രാത്രി ആയപ്പോഴത്തേന്, 2 ദിവസം മുമ്പ് രാത്രി ആയപ്പോഴത്തേന് 10:30 ഒളിച്ചോടി പോവുക. റീസൺ എന്താണ്? പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് ഇവന് വേറെ ബന്ധമുണ്ടെന്ന്. ഇവിടെ ഹോമോസെക്ഷൽ ആണെന്ന് പറയുന്ന ഒരാൾക്ക് വേറെ ബന്ധം ഉണ്ടാവുമോ? ഇവന് വേറെ പെണ്ണുങ്ങളോട് ബന്ധം ഉണ്ടാവുമോ? ഹോമോസെക്ഷൽ ആണെന്ന് പറഞ്ഞെന്നാണ് ഇപ്പോൾ പലരും പരത്തുന്നത്. ആരാണ് പറഞ്ഞിരിക്കുന്നത് ഈ പെങ്കൊച്ചല്ലേ, വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് ഇവനൊരു പാവം പയ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. ബേസിക്കലി ഇവനൊരു പാവം പയ്യനാണ്, ഒരു ശുദ്ധ പാവം. അപ്പോൾ ആ ഒരു പാവം പയ്യനെ നമ്മൾ സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിച്ചൂടാ. അതായത് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു പെൺകുട്ടി ഇങ്ങനെ പോയതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇനി ഒരു കല്യാണം പോലും നടക്കത്തില്ല. അവൻ്റെ ജീവിതം താറടിക്കുന്ന രീതിയിൽ ഈ പെങ്കൊച്ച് ചെയ്യുന്നുള്ളതാണ്. നിയമപരമായി പോയതിനു ശേഷം, അല്ലെങ്കിൽ ചെവി അറിയാതെ ഈ ഒരു ബന്ധം വേർപെടുത്തിയതിന് ശേഷം മര്യാദയുടെ രീതിയിൽ പോകാമായിരുന്നിട്ടും ഇതുപോലെ കാണിച്ച തന്തയില്ലായ്മ ഒരു രീതിയിലും പൊറുക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ രീതിയിൽ ഒരാളെ ചീറ്റ് ചെയ്യുക, കോമാളിയാക്കുക, അതുപോലെ തന്നെ ഈ രീതിയിൽ ഒരാളെ വിഡ്ഢിയാക്കുന്നത്, തലേ ദിവസം വരെ ഒരുമിച്ച് ഉണ്ടുറങ്ങി കിടന്നതിന് ശേഷം ഇത്രയും ദിവസം, അതായത് എനിക്ക് തോന്നുന്ന കല്യാണത്തിന് മുമ്പേ ഈ ഒരു ബന്ധം ഉണ്ടായിരുന്നിരിക്കാം ബസ് കണ്ടക്ടറുമായിട്ട്. കണ്ടക്ടർ എന്ന് പറയുന്ന ആ ഒരു പഹയന് ഒരു കോപ്പുമില്ലാത്തൊരുത്തരാന്ന് പറയുന്നത് അതൊന്നും നമ്മളിവിടെ പറയുന്നില്ല, കാരണം സാമ്പത്തികമൊന്നും അല്ല അതിൻ്റെ പ്രധാന മാനദണ്ഡം. പിന്നെ ഈ ഒരു വിഷയം, അതായത് യവൻ ഈ ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ് ഇവള് പോയതെന്ന് പറയുന്ന അവളെയും അതിന് സപ്പോർട്ട് ചെയ്യുന്നവന്മാരെയും ചാണക്കടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശുദ്ധ തോന്നിവാസം, അവരായിത്തരം, അതൊന്നും ഒരു ന്യായമേ അല്ല. ഒന്നാലോചിച്ച് നോക്കി, ഈ പോയ പെണ്ണിൻ്റെ അവസ്ഥ ഇനി എന്താവും? ഇത്രയും സുഖലോലുപതയെ കഴിഞ്ഞ ഈ ഒരു വ്യക്തി അവിടെ പോയി എത്ര ദിവസം ഈ പറഞ്ഞ സെക്സും കാര്യങ്ങളും മുൻനിർത്തി എത്ര നാൾ അവിടെ കടിച്ചു നോക്കി കിടക്കും?
എത്ര പേര് അങ്ങനെ സക്സസ് ആയിട്ട് ജീവിച്ചിട്ടുണ്ട്? ചിലർ പറയുന്നുണ്ട്, ചില ആൾക്കാർ പറയുന്നത് ഇവർക്ക് ഈ പറഞ്ഞ ലക്ഷറി ലൈഫൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പോയെന്ന്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒളിച്ചോടി പോയി എന്ന് പറയുന്ന ഒരു വിഷയമല്ല എനിക്കൊരു മോശമായി തോന്നിയത്. ചെയ്ത ആ ഒരു രീതി, അതായത് ഈ ഒരു രീതി ഒരാളും ഒരു പെണ്ണുങ്ങളും കാണിക്കാൻ പാടില്ല. പെണ്ണുങ്ങളും ആണുങ്ങളും ഈ ഒരു വഞ്ചന കാണിക്കാൻ പാടില്ല. ഇതുപോലെ ഒരുത്തനെ വഞ്ചിച്ച് തേച്ചിട്ട് ഇതുപോലെ അവഹേളിച്ച് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിയിട്ട് പോയ ആ ഒരു പ്രവണത ഒരിക്കലും, കാരണം ഇത്രയും കാലം ഒരു വർഷം ഒന്നുമില്ലെങ്കിലും അവൻ്റെ കൂടെ നിന്ന് ജീവിച്ച് അവനോടൊപ്പം സ്നേഹിച്ച് സ്നേഹം അഭിനയിച്ച് കഴിഞ്ഞ ഈ ഒരു പെണ്ണിനെ എങ്ങനെ സാധിക്കുന്നു എന്ന് ആലോചിച്ച് വെക്കുക. ഉണ്ടുറങ്ങി കഴിഞ്ഞ ആൾക്കാർക്ക് ഇങ്ങനെ അവനെ സോഷ്യൽ മീഡിയയിൽ നാറ്റിക്കാൻ. ചിലർ പറയുന്നുണ്ട് ഇതുകൊണ്ട് വീഡിയോ ചെയ്താണ് ആൾക്കാർ നാറ്റിക്കുന്നതെന്ന്. ഇത് വീഡിയോ ചെയ്യാതിരിക്കും. ഇവർ സെലിബ്രിറ്റിക്ക് തുല്യമായുള്ള ആൾക്കാരല്ലേ. എല്ലാ വിഷയങ്ങളും വീഡിയോ ഇവരുമായി ബന്ധപ്പെട്ട് പുറത്തു വരാറില്ല. ഇവരുടെ കല്യാണം അടക്കം എന്തൊരാഘോഷത്തോടെ നടത്തിയ കല്യാണമാണ്. അപ്പോൾ ഇത് ആൾക്കാർ വീഡിയോ ചെയ്യാതിരിക്കുമോ? ഒന്നല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യും. അപ്പോൾ അതൊക്കെ അറിയാമായിരുന്നിട്ടും, ഇത് ഈ രീതിയിൽ വലിയ രീതിയിൽ വൈറലാവുമെന്ന് അറിയാമായിരുന്നിട്ടും ഈ ഒരു പ്രവൃത്തി ചെയ്ത ഈ പെണ്ണ് എന്തുമാത്രം ക്രൂരയാണ് എന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് തന്നെ പറയാനുള്ളത്, ഒരാളും ഇതുകൊണ്ട് അപരാധം കാണിച്ചു, പക്ഷേ ഈ രീതിയിൽ ഇത്രയും താഴേക്കിടയിൽ പോകുന്ന അപരാധങ്ങൾ ദയവ് ചെയ്ത് കാണിക്കില്ല. ഏറെ ദുഃഖകരമായ അവസ്ഥ. ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ക്ലാരിറ്റി തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അവരോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. അവരുടെ വോയിസ് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല, തെറ്റാണ്. അവരുടെ വോയിസ് അവരുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുടെ നിന്ന് കിട്ടിയ വിവരങ്ങളാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക, തന്തയില്ലായ്മയാണ്, ഫേക്കാണ്. അങ്ങനെ സംഭവങ്ങളൊന്നും ആ വീട്ടിൽ ആ ഒരു ചെറുക്കനുമായി ബന്ധപ്പെട്ടില്ല. അവൻ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നുമില്ല. ബൈ. For our wedding anniversary, I need a car as a surprise gift. Okay. You have a surprise, baby. Oh my God, what's it? We will buy this one. Oh, is this a burger shop? But this will be more than 50 lakh. Okay. Don't open your eyes, okay? Here? Okay. Make it fast. But the EMI will be more than 1 lakh. That car was nice. Wow, what a surprise! അത് കറക്റ്റ് പോയിന്റ് ആട്ടോ. എന്നാ പിന്നെ നമുക്ക് അത്തപ്പൂ ഇടാൻ കുറച്ച് പൂ വാങ്ങിച്ചാലോ? എല്ലാ പൂക്കളും വാങ്ങാം, സദ്യ ഉണ്ടാക്കാം, ലാവിഷാവാം. ഞാനൊന്നേ പെട്ടെന്ന് ഉറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് പുതിയ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോവാം. ഓക്കെ, ഡ്യൂറോഫ്ലെക്സ് വന്നോണം, സ്ട്രെസ് എല്ലാം പൊക്കോണം.